എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? അലൻചേരേട്ടനെ പോലെ മാസ് ഫൈറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അലൻചേരന് ഇഷ്ടപ്പെട്ട പടം കണ്ടോ? പടം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാ വന്നതെന്നുള്ളത്. നമുക്ക് ഒന്ന് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. അങ്ങനെ പടി 2 ആയിരിക്കും. ജോയിച്ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ജോയിച്ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായിരുന്നു ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻ്റായി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവർ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം, അങ്ങനെ മാറി വരുമായിരിക്കും. ഇനി അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽ സർവത്ത് കുടിക്കുന്ന പോലെ. ചോദിക്കാൻ കാരണം